നമുക്ക് വളരെ പെട്ടെന്നൊക്കെ ഒരു ചിക്കൻ കറി തയ്യാറാക്കാൻ തോന്നിയാൽ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ടൊരു കുക്കർ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിൽ എടുക്കുക. അതായത് ഒരു സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 സ്പൂൺ, ചിക്കൻ മസാലപ്പൊടി 1/2 സ്പൂൺ, അങ്ങനെ എല്ലാം കൂടെ ഒരു പാത്രത്തിലെടുത്തിട്ട് ഒരുമിച്ച് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണം. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ കട്ട് ചെയ്തോ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സവാള എടുക്കുക. ഞാനിവിടെ വളരെ കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പൊടികളും സവാളകളും ഒക്കെ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പുതിനയില ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക, അല്ലാത്തവരതൊന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ മസാല എല്ലാം നന്നായിട്ട് ചിക്കനിൽ ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മളതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 1-2 പച്ചമുളകും കൂടെ ഈ സമയത്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണ് വേണ്ടതെങ്കിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കുക. പിന്നെ ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ വേവ്, അതനുസരിച്ചിട്ട് ചെയ്യുക. മാക്സിമം 2 വിസിൽ, അതിനപ്പുറം വേണ്ട. അപ്പോൾ ഇതുപോലെ ഒരു വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായിട്ട് സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ